90-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അപ്പോൾ ദൈവത്തോട് നോക്കി പറയുന്നൊരു കാര്യമാണ്, ഹല്ലേലൂയ, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും മാത്രമല്ല അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഇതാ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 40 വർഷം കൊണ്ടാണ് വാഗ്ദത്ത ദേശമായ പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചെങ്കടലിൽ വെച്ച് മുമ്പിൽ ചെങ്കടലുണ്ടായിരുന്നു, പുറകിൽ ഫറവോനും സൈന്യവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതാ മാറയിൽ എത്തിച്ചേർന്നു. പിന്നെ മരുഭൂമിയിൽ വെച്ച് യുദ്ധമുണ്ടാകുന്നു, ജനം പിറുപിറുക്കുന്നു, അപ്പത്തിന് വേണ്ടി പിറുപിറുക്കുന്നു, വെള്ളത്തിന് വേണ്ടി പിറക്കുന്നു, ഇറച്ചിക്ക് വേണ്ടി പിറുപിറുക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഏകദേശം 40 വർഷം മരുഭൂമിയാകുമ്പോൾ ചൂടിൻ്റെ അനുഭവങ്ങൾ, വഴി അറിയാത്ത അനുഭവങ്ങൾ, എന്തു ചെയ്യാമെന്നറിയാത്ത വിഷയങ്ങൾ, പല പ്രതിസന്ധികൾ അനുഭവിച്ചാണ്, ഹല്ലേലൂയ, പല പ്രതികൂലങ്ങളിൽ കൂടി കടന്നു ആണ് അവർ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ ആ മരുഭൂമിയിൽ വെച്ച് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അപ്പോൾ ഇന്ന് സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നീ അനുഭവിച്ച സകല ക്ലേശങ്ങൾക്കും, നീ അനുഭവിച്ച സകല അനർത്ഥങ്ങൾക്കും തക്കവണ്ണം ദൈവം നിന്നെ അനുഗ്രഹിക്കുവാനും ദൈവം നിന്നെ സന്തോഷിപ്പിക്കുവാനും ദൈവത്തിന് അനുഗ്രഹം നീ കാണുവാനും വിടുതൽ നീ അനുഭവിക്കാനും ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ, ഏതൊക്കെ ഭക്തന്മാരെ പറ്റി പഠിക്കുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ വളരെ കഷ്ടതയിൽ കൂടി പ്രയാസങ്ങളിൽ കൂടിയാണ് അവർ എത്തിച്ചേരേണ്ട സ്ഥാനത്ത് എത്തിച്ചേർന്നത്. യോസേഫിനെ പറ്റി പഠിക്കുമ്പോൾ അവനിതാ മിസ്രൈമിൽ അതാ ദേശത്ത് ഒക്കെയും വലിയ ഭരണാധികാരിയായി, ആ ദേശത്തിന് അധികാരിയായിരിക്കുമ്പോൾ അവിടെ എത്തിച്ചേർന്ന വഴി എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അല്ലെ, സ്വന്തം വീട്ടിൽ നിന്ന് സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടു. അതിനുശേഷം ഇതാ ഇശ്മായേല്യർക്ക് വിറ്റു, അടിമയായി വിറ്റു. അവിടെ ഇതാ പൊത്തിഫറിന്റെ ഭവനത്തിൽ കടന്നു പോന്നു. പിന്നെ അതിനുശേഷം ഇതാ വളരെ നാളുകൾ കാരാഗൃഹത്തിൽ കടന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കാത്ത ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടാണ് ഈ യോസേഫ് ഇതാ ആ ഭരണാധികാരിയായി ആ മിസ്രൈമിൽ, ആ രാജസ്ഥാനത്ത്, മന്ത്രിസ്ഥാനത്ത് അല്ലെങ്കിൽ എത്തിച്ചേർന്നത്. അപ്പോൾ യോസേഫിനോട് നമ്മൾ ചോദിക്കുക, യോസേഫേ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോസേഫിന് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ പൊട്ടക്കിണറുണ്ടായിരുന്നു, എൻ്റെ സഹോദരന്മാർ എന്നെ തള്ളിക്കളഞ്ഞതാണ്, ഞാൻ ചില നാളുകൾ വിലങ്ങ് ധരിച്ച് ഒരു അടിമയായിരുന്നു, അതിനുശേഷം ചില നാളുകൾ കാരാഗൃഹത്തിലായിരുന്നു, അനേക കണ്ണുനീരും അനേക ഒറ്റപ്പെടലുകളും അനേക പ്രയാസങ്ങളും അനുഭവിച്ചാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ, എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ സുഖിച്ച് സന്തോഷമായിട്ട് എത്തിച്ചേരാൻ കഴിയത്തില്ല. അനേക കഷ്ടങ്ങൾ കൂടി പ്രയാസങ്ങൾ കൂടിയാണ് നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥാനത്ത് എത്തിച്ചേരുന്നത്. സ്തോത്രം. നമുക്ക് ഹാഗാറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഗാറിൻ്റെ പൈതൽ ഇശ്മായേൽ ഇതാ ഒരു വലിയ ജാതിയായി തീർന്നു. ആ ഹാഗാറിന് ചോദിച്ചാൽ പറയും, അവിടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ചാണ്, അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്, മരുഭൂമിയിൽ വളരെ നാൾ അലഞ്ഞതാണ്, നിലവിളിച്ചതാണ്. അതിൻ്റെയൊക്കെ പിന്നത്തേതിൽ ദൈവം അവളെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും വല്ലാത്ത കഷ്ടതയിൽ കൂടി പ്രയാസത്തിൽ കൂടി, സങ്കീർത്തനത്തിൽ മോശ പറയുന്നത് പോലെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ എന്ന് പറയത്തക്ക രീതിയിൽ പ്രയാസം കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിലെ നിനക്കൊരു പ്രതിഫലമുണ്ട്, ദൈവം വെച്ചേക്കുന്ന അനുഗ്രഹമുണ്ട്, ദൈവം വെച്ചേക്കുന്ന ഒരു വിടുതലുണ്ട്. ഈ ദിവസങ്ങളിൽ നീ അത് കാണുവാനിടയായിത്തീരും.
ആ നന്മ നീ അനുഭവിക്കാനിടയായിത്തീരും. അപ്പോൾ മോശ പ്രാർത്ഥിക്കുകയാണ്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അപ്പോൾ ദൈവം എങ്ങനെയാണ് സന്തോഷിപ്പിച്ചത്? നമുക്ക് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 10-11 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും, നീ നിറയ്ക്കാത്ത സമ്പത്തും, നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഉലുതോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തിയാവുകയും ചെയ്യും. അപ്പോൾ ഇസ്രായേൽ മക്കളെ പറ്റി ചിന്തിച്ച, അയ്യോ ഞങ്ങളുടെ ജീവിതം മൊത്തം മരുഭൂമിയായിരുന്നു, കഷ്ടതയായിരുന്നു, ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല, ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പത്രോസ് ലേഖനത്തിൽ പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുകയും. അതേ സഹോദരങ്ങളെ, നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം, ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാണ്. ആ ദൈവം നിനക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും നിന്റെ തലമുറയ്ക്കും ആവശ്യമായ നന്മകളും ആ ദൈവം ഒരുക്കി ഇരിക്കുന്ന ദൈവമാണ്. ഇതാ ദൈവശബ്ദം കേട്ട് വാഗ്ദത്തദേശത്ത് ഇറങ്ങി പുറപ്പെട്ട ആ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരുക്കിയത് അവിടെ പറയുകയാണ്, പിതാക്കന്മാരുടെ സത്യഞ്ച് ദേശത്ത് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്തതും വലുതും നല്ലതുമായ പട്ടണങ്ങൾ, ഒരിക്കലും ഇവര് പണിയാത്ത പട്ടണങ്ങൾ മാത്രമല്ല, നീ നിറയ്ക്കാത്ത സകല സമ്പത്തും, നീ ആയുസ് നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയാത്ത നന്മ സമ്പത്ത് ദൈവത്തിന് നിനക്ക് നൽകി തരുവാൻ കഴിയും. മാത്രമല്ല വീടുകളും, നീ കുഴിക്കാത്ത കിണറുകൾ, നീ പണിയാത്ത വീടുകൾ, കുഴിക്കാത്ത കിണറുകൾ, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരി തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ അതൊക്കെ നീ നൽകുകയും നീ നന്മ വായിക്കുകയും ചെയ്യും. നമുക്ക് ഇസ്രായേലിനെ പറ്റി പഠിക്കുമ്പോൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായിത്തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ വളരെ അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഒന്ന് മാറി പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രാർത്ഥിച്ചിട്ടും മാറാതെ, ആരാധിച്ചിട്ടും മാറാതെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കിയോ, നിനക്കൊരു പ്രതിഫലമുണ്ട്, ദൈവം വെച്ചിരിക്കുന്നൊരു അനുഗ്രഹമുണ്ട്, ദൈവം വെച്ചിരിക്കുന്നൊരു വഴിയുണ്ട്, ദൈവം വെച്ചിരിക്കുന്ന ചില നന്മകളുണ്ട്. നീ അധ്വാനിക്കാത്ത വീടുകൾ, നീ കുഴിക്കാത്ത കിണറുകൾ, നീ പണിയാത്ത നട്ടാത്ത മുന്തിരിത്തോട്ടങ്ങളൊക്കെയും ദൈവം നിനക്ക് നൽകി തരുവാനിടയായിത്തീർന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വലിയ കരുതലും വലിയ നന്മകളും അനുഗ്രഹങ്ങളൊക്കെയും നിൻ്റെ ജീവിതത്തിൽ കാണും. ദിവസങ്ങളിൽ ധൈര്യത്തോടെ ഇരുന്നാട്ടെ, പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. ഒരു വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്. ആ മോശ പ്രാർത്ഥിച്ച്, കർത്താവേ ഹല്ലേലൂയ, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അപ്പോൾ ആ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ, ആ ക്ലേശം അനുഭവിച്ച ദിവസങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച ദിവസങ്ങൾക്കും ഹല്ലേലൂയ തക്കവണ്ണം ദൈവം നമ്മളെ സന്തോഷിപ്പിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. ഹന്നയോട് ചോദിച്ചാൽ ഹന്ന പറയും, ഹന്നേ നീ ഇപ്പോഴെന്താണ് ഒരു പ്രവാചകന്റെ അമ്മയായി വലിയ ഫാമിലിയൊക്കെ ആയല്ലോ. അവൾ പറയും, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കണ്ണുനീരുണ്ടായിരുന്നു, ഒരു ശമൂഹത്തിന് വേണ്ടി കരഞ്ഞതാ, ഒരുപാട് നിന്ന കേട്ടതാ, വഴി കേട്ടതാണ്, അതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, സെക്കറിയ പുരോഹിതനെ, എലിശബത്തിനെ പറ്റി പഠിക്കുമ്പോൾ വളരെ നാൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. പ്രാർത്ഥിച്ച് ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് അവൻ വലിയ സ്നാപക യോഹന്നാനായി യേശുവിന് മുമ്പ് വഴിയൊരുക്കത്തക്ക രീതിയിൽ വലിയ ദൈവ പദ്ധതിക്കായി അവരുടെ കുടുംബം ഒരുക്കപ്പെട്ടു. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും അനർത്ഥങ്ങൾക്കും വേദനകൾക്കും എല്ലാം പകരം ദൈവം നിന്നെ മാനിക്കുവാനിടയായിത്തീരും. ദിവസം വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്നാട്ട്, പിന്മാറാതെ വിശ്വസിച്ച് ഉറച്ചിരുന്നാട്ട്. ഒരു അനുഗ്രഹമുണ്ട്, ഒരു വിടുതലുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.